അടുത്ത സാമ്പത്തിക വർഷം വിരമിക്കുന്ന 4 ലക്ഷത്തോളം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യം പോലും നൽകാൻ 5 പൈസ ഖജനാവിലില്ല എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നത്. ഇതിന് ബദലായ ഒരു മാർഗവും സർക്കാർ ഉറപ്പായും കണ്ടെത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ അടുത്തായി ഉയർന്നു വരുന്ന ഒരു വാർത്തയുണ്ട്. പെൻഷൻ പ്രായം ഉയർത്താനായി പോകുന്നു. 56-ൽ നിന്നും 57-ലേക്ക് ഒരു വർഷമെങ്കിലും കൂട്ടിയാൽ അത്രയെങ്കിലും ആശ്വാസം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. അതുകൊണ്ട് ഈ വരുന്ന 25,000-ഓളം അടുത്തുള്ള സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് പകരം അവരുടെ വിരമിക്കൽ പ്രായം ഉയർത്താനുള്ള ഒരു നിബന്ധന കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷ. വിരമിക്കൽ ആനുകൂല്യം മാത്രം 10,000 കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ട ഒരു വലിയ തത്രപ്പാടിലാണ് സർക്കാരുള്ളത്. 3 വർഷമായി സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശികയാണ്. വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ മാസം നാം ഏവരും അത് കണ്ടതാണ്. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിലുണ്ടായത്. ഏറെ ദിവസം ബുദ്ധിമുട്ടി താമസിച്ച് തന്നെയാണ് ഈ പണം എത്തിയിട്ടുള്ളത്. ഇതൊന്നും തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കുടുംബസമേതം ടൂർ അടിക്കുന്നത്. ഭരണത്തിലേറുമ്പോൾ ഉണ്ടായിരുന്ന 1.6 ലക്ഷം കോടി രൂപയുടെ പൊതുകടം ഏതാണ്ട് ഇപ്പോൾ 4 ലക്ഷം കോടി രൂപയിൽ എത്തിയിട്ടുണ്ട്. പുതിയ സാമ്പത്തിക വർഷം 38,000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര അനുമതിയും കിട്ടും. അതിൽ 10,000 കോടി വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് മാത്രം ചെലവാകും. കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുൾപ്പെടുത്തിയാൽ വായ്പാ പരിധി 25,000 കോടിയായി കുറയുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. സാമ്പത്തിക വിദഗ്ധരാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വായ്പയുടെ പാതിയും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിലാണ് വിരമിക്കൽ പ്രായം ഉയർത്തുകയല്ലാതെ മറ്റൊരു മാർഗവും മറ്റൊരു പോംവഴിയും തങ്ങൾക്ക് മുന്നിലില്ല എന്നുള്ള ഒരാലോചനയിലേക്ക് എത്തുന്നത്. ഏറ്റവും ഒടുവിലായി ലഭിച്ച CAG റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 28,000 കോടി രൂപയുടെ നികുതി കുടിശ്ശികയാണ് കേരള സർക്കാരിന് പിരിച്ചെടുക്കാനായിട്ടുള്ളത്. GST വന്നതിന് ശേഷം രാജ്യത്തിൻ്റെ നികുതി വരുമാനം ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനവും അതനുസരിച്ചുകൊണ്ട് വർദ്ധിച്ചു. പക്ഷേ കേരളത്തിന് മാത്രമാണ് ഇത്രയധികം ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്നത്. കേരളത്തിന് മാത്രമാണ് നാമമാത്രമായ നികുതി വർധനവുണ്ടായിരിക്കുന്നത്. എന്തായിരിക്കും അതിനുള്ള കാരണം? മഹാരാഷ്ട്രയ്ക്കും തമിഴ്നാടിനും ഗുജറാത്തിനും ഉത്തർപ്രദേശിനും മധ്യപ്രദേശിനും കർണാടകയ്ക്കും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വളർച്ച തന്നെയാണ്. 15 മുതൽ 26% വരെ GST വളർച്ചയാണ് അവർ നേടിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥയാകട്ടെ വെറും 10% താഴെ മാത്രമാണ് വളർച്ചാ നിരക്ക് കണ്ടെത്തിയിട്ടുള്ളത്. അവിടെയും പ്രശ്നം ഒരിക്കലും കേന്ദ്ര സർക്കാരിനെ പഴിചാരി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അത് സംസ്ഥാന സർക്കാരിൻ്റേത് തന്നെ ആയിരിക്കണം. കൃത്യമായി നികുതി പിരിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ വ്യാപകമായ ഒരു നികുതി വെട്ടിപ്പോ ആണ് ഇതിന് പിന്നിൽ കാരണമായി പ്രഥമദൃഷ്ട്യാ കണ്ടെത്താൻ കഴിയുന്നത്. ചെറിയ ലാഭം നോക്കി GST വെട്ടിപ്പിന് കൂട്ടി നിന്നാൽ അത് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തെ വളർച്ചയെ തന്നെയാണ് സാരമായി ബാധിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ തനിക്ക് ശേഷം പ്രളയമെന്ന് ധരിച്ചു നടക്കുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ഇനിയുള്ള കാലം പരമാവധി എങ്ങനെയും അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ.